ഡൈനോസറുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലം മുതൽക്കേ, അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങളായി മാറ്റമില്ലാതെ നിലനിൽക്കുന്ന സസ്യവിഭാഗമാണ് ഇത്. യാത്രകൾ വെറുമൊരു കാഴ്ച മാത്രമല്ല, അവ ഒരിക്കലും മായാത്ത ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ്. ഇറ്റലിയുടെ ഹൃദയഭാഗത്തുള്ള ഈ മനോഹരമായ കാട്ടുപാതയിലൂടെ നടന്നു നീങ്ങുമ്പോൾ എൻ്റെ കണ്ണിലുടക്കിയ ഒരു ചെറിയ അതിഥിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ഇതാണ് ഫെണൽ. മലയാളത്തിൽ നമ്മൾ ഇതിനെ പന്നൽ ചെടി എന്ന് വിളിക്കും. എന്നാൽ ഇറ്റാലിയൻ പേര് ഫെൽസ എന്നാണ്. ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് പ്രധാനമായും യൂറോപ്യൻ വനങ്ങളിൽ കണ്ടുവരുന്ന ഫെൽസെ മാഷിയോ അഥവാ മെയിൽ ഫൺ ആണ്. ഈ ചെടിയുടെ ചരിത്രം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഡൈനോസറുകൾ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലം മുതൽക്കേ, അതായത് ലക്ഷക്കണക്കിന് വർഷങ്ങളായി മാറ്റമില്ലാതെ നിലനിൽക്കുന്ന സസ്യവിഭാഗമാണ് ഇത്. ഇവയ്ക്ക് പൂക്കളോ കായ്കളോ വിത്തുകളോ ഉണ്ടാവുകയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇലയുടെ പുറകിലുള്ള ചെറിയ സ്പോറുകൾ വഴിയാണ് ഇവ പുതിയ ചെടികളായി വളരുന്നത്. നേരിട്ട് വെയിലടിക്കാത്ത ഈർപ്പമുള്ള തണൽ പ്രദേശത്താണ് ഇവയുടെ ഇഷ്ടതാവളം. അതുകൊണ്ടാണ് ഇറ്റാലിയൻ കാടുകളിലെ മരങ്ങൾക്കിടയിൽ ഇവ വളരെയധികം പച്ച പിടിച്ചു നിൽക്കുന്നത്. ഇത് യൂറോപ്പിൽ മാത്രമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും, നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ മലമ്പ്രദേശങ്ങളിൽ പോലും ഇതിൻ്റെ വിവിധ രൂപങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പണ്ട് കാലം മുതൽക്കേ മുറിവുകൾ ഉണങ്ങുവാനും മറ്റും പാരമ്പര്യ വൈദ്യങ്ങളിൽ ഇവ ഉപയോഗിച്ചിരുന്നു. വായു ശുദ്ധീകരിക്കുവാനും വായുവിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യുവാനും ഈ ചെടികൾക്ക് പ്രത്യേക കഴിവുണ്ട്. എങ്കിലും ചില ഇനങ്ങൾ വിഷാംശമുള്ളതുകൊണ്ട് കൃത്യമായി തിരിച്ചറിയാതെ ഇവ ഉപയോഗിക്കുന്നത് അപകടകരമാണ്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ പൂന്തോട്ടങ്ങൾ അലങ്കരിക്കാൻ ഇവ വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റാലിയൻ കാടുകൾക്ക് ഒരു വന്യമായ ഭംഗിയും തനിമയും നൽകുന്നതിൽ ഈ ഫെൽസ ചെടികൾക്ക് വലിയ പങ്കുണ്ട്. പ്രകൃതിയിലെ ഈ കൊച്ചു കൊച്ചു മനോഹാരിതകൾ നമുക്ക് ഇനിയും കാണാം. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. പുതിയ വിശേഷവുമായി അടുത്ത വീഡിയോ ഉടൻ വരുന്നു.